ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ബി.ജെ.പി. സ്വർണ്ണക്കവർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച CPM കോൺഗ്രസ് കുറുവാ സംഘത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. സ്വർണ്ണക്കവർച്ചയ്ക്ക് ദല്ലാളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി എന്നിവരുടെ ഓഫീസുകളിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ദിസ്ന, ബി.ജെ.പി. യുവമോർച്ചയൊക്കെ തന്നെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലടക്കം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കർശനമായ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. എപ്പോഴേക്കായിരിക്കും മാർച്ച്? മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സ്വർണ്ണക്കവർച്ചയിൽ ബി.ജെ.പി. മാർച്ച് ശക്തമാക്കുകയാണ്. പ്രധാനമായി ഏറ്റവും എടുത്തു പറഞ്ഞാൽ നമുക്കറിയാം, ഈ CPM കോൺഗ്രസ് കുറുവാ സംഘത്തിനെതിരെയാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. നമുക്കറിയാം, പരസ്പരം പഴിചാരി മാറുന്ന ഒരു സാഹചര്യമാണ് അവർ ഇരുവരും നടത്തുന്നത് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് CPM വാഗ്വാദങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ മുൻനിർത്തി ഇത്തരത്തിൽ ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബി.ജെ.പി. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് അടൂർ പ്രകാശ്, ആന്റണി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുടെ ഓഫീസുകളിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തുന്നത്. ഇതിൽ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. MT രമേശാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിന്റെ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ച് ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആന്റണിയുടെ വീട്ടിലേക്ക് നടത്തുന്ന മാർച്ച് അനൂപ് ആന്റണിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തരത്തിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് MPമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി. ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ പ്രതിഷേധവുമായി സമരരംഗത്തേക്ക് ഇറങ്ങിയതും ബി.ജെ.പി. തന്നെയാണ്. പ്രധാനമായും ഇതിൽ കൃത്യമായി പറഞ്ഞാൽ CPM-നും കോൺഗ്രസിനും പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതും മുൻനിർത്തിയതും ഒക്കെ തന്നെയും ബി.ജെ.പി.ആണ്. ബി.ജെ.പി. മാത്രമല്ല, യുവമോർച്ച ഉൾപ്പെടെ വലിയ രീതിയിൽ സമരപരിപാടി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ SIT ഉൾപ്പെടെ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുവാനൊക്കെ വൈകുന്ന പശ്ചാത്തലത്തിൽ ഈ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. എന്തായാലും വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ കോൺഗ്രസ് MPമാരുടെ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തും ഇന്ന് മാർച്ച് നടക്കുന്നുണ്ട്. രാഗി, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ആദ്യം ഭരണപക്ഷത്തിന് നേരെ പ്രതിപക്ഷം വലിയ രീതിയിൽ വാളോങ്ങിയിരുന്നു. പക്ഷെ അതെ, എന്നിട്ടിപ്പോൾ ആ വാളിന്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു. ഇരുതല മൂർച്ചയുള്ളതായി മാറുകയാണോ അതോ തിരിഞ്ഞ് കൊത്തുകയാണോ? എല്ലായിടത്തേക്കും പോവുകയാണ് അല്ലെ അന്വേഷണവും സംശയവും. നമ്മുടെ SITക്ക് എന്തോ കോൺഗ്രസിനെയും തൊടാൻ ഒരു ഭയമുള്ളത് പോലെ. അതെ, എന്തായാലും അതിപ്പോൾ സഭാ സമ്മേളനം തുടങ്ങിയത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി തോൽപ്പിക്കാനുള്ള ശ്രമത്തോടെയാണ്. ആരപ്പാന്ന് ചോദിച്ചു. എന്തായാലും ആരാണെങ്കിലും പുറത്തു വരട്ടെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി.ജെ.പി. രംഗത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും പപ്പൻ കാഞ്ഞങ്ങാടിൻ്റെ ഒരു രസകരമായ നിർദ്ദേശം ബി.ജെ.പി. നേതൃത്വത്തോടൊരു കാര്യം പറയണമെന്നാണ്. ജനൻ TV-യുടെ ഓൺലൈൻ കൃത്യമായിട്ട് കാണണം. ഇതിലുള്ള ചാറ്റുകളിലൂടെ ബി.ജെ.പിയിലെ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കൊക്കെ നിർദ്ദേശം നൽകണം എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കണം എന്നാണ് പപ്പൻ കാഞ്ഞങ്ങാട് പറയുന്നത്. ജനഹിതം എന്താണെന്ന് ഇവിടെ അറിയാം എന്നാണ് അവർ പറയുന്നത്.